അങ്ങനെ അടുക്കളയിലെ പൊട്ടിത്തെറികൾക്കൊടുവിൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു. അതിനായി കൺഫെഷൻ റൂമിലേക്ക് ജിസേലിനെയും അനുമോളെയും അനുനയിപ്പിക്കാനായി വിളിച്ചു വരുത്തി. എന്നാൽ അവിടെയും അനുമോൾ വളരെ ബോൾഡായി തന്നെയാണ് കളിച്ചത്. ജിസേലിനെ വളരെ തറ പറ്റിക്കുന്ന രീതിയിലുള്ള അനുമോളിൻ്റെ പ്രവൃത്തിയായിരുന്നു. കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്ന് അനുമോളെ ഒന്ന് പൊക്കിയടിച്ചു എന്ന രീതിയിലാണ് അനുമോൾ ധരിച്ചു വച്ചിരിക്കുന്നത്. CID പണി എന്നെല്ലാം പറഞ്ഞപ്പോൾ അനുമോൾ ഒന്ന് സ്വയം പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിസേലിൻ്റെ മേക്കപ്പ് എല്ലാം തന്നെ തപ്പി വീണ്ടും പോയത്. എന്നാൽ ഹൗസിനകത്തുള്ള ആർക്കും തന്നെ അത് അത്ര വലിയ രസിച്ചിട്ടില്ല. നെവിൻ്റെ ക്വിറ്റിനെ കുറിച്ച് ബിഗ് ബോസ് ചോദിച്ചപ്പോഴെല്ലാം തന്നെ അനുമോളിൻ്റെ മുഖം കണ്ടാലറിയാം നെവിൻ പോയാൽ തരക്കേടില്ല എന്ന് തന്നെയാണ് അനുമോൾക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പുറത്തു പോയാൽ അത് അനുമോളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഒരു ചെറിയ ഭയവും ഇല്ലാതില്ല. പുറത്തുള്ളവർ എങ്ങനെയാണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ സാധിക്കില്ലല്ലോ. അതുതന്നെയാണ് ഇവിടെ അനുമോളിൻ്റെയും പ്രശ്നം. എന്തായാലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് നെവിൻ ചെയ്തത്. ബിഗ് ബോസ് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴെല്ലാം തന്നെ താൻ പുറത്തേക്ക് പോകാൻ തയ്യാറാണ്, ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്നാണ് നെവിൻ പറഞ്ഞത്. ഉടനെ തന്നെ ബിഗ് ബോസ് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു. ഒന്നും മേലും കീഴും നോക്കാതെ നെവിൻ ഓടിപ്പോവുകയാണ്. എന്നാൽ ഹൗസിനകത്ത് നെവിനെ അനുകൂലിക്കുന്നവരെല്ലാം തന്നെ പിന്നാലെ പോകല്ലേ, ഇതൊക്കെ അവളുടെ ഗെയിമാണ്, സ്ട്രാറ്റജിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു, ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും വാക്ക് കൂസാതെ നെവിൻ ഓടി പുറത്തേക്ക് പോവുകയാണ്. അപ്പാനെല്ലാം തന്നെ വളരെ ശക്തമായി നെവിനെ എതിർക്കുന്നുണ്ട്. പോകരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഈ സമയമെല്ലാം തന്നെ നീ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നത് ആദിലയും നൂറയുമാണ്. എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്? LGBTQ എതിരെ നെവിൻ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അനുമോളെ ബാധിക്കുന്നില്ല. ഈ സമയമെല്ലാം തന്നെ അനുമോൾ ക്യാമറയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, ഞാൻ കാരണമാണല്ലോ എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ടും വാവിട്ട് അന്തം വിട്ടെല്ലാം അനുമോൾ നിൽക്കുന്നുണ്ട്. ഞാൻ കാരണം നെവിൻ പോയല്ലോ എന്ന സങ്കടവും അപ്പോൾ അനുമോൾ കാണിക്കുന്നുണ്ട്. ഇതൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അനുമോളുടെ മറ്റൊരു സ്ട്രാറ്റജി ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നെവിൻ ഹൗസിൽ നിന്നും പുറത്തു പോയതിനു ശേഷം അപ്പാനെ ശരത് അലറി വിളിക്കുന്നുണ്ട്. ഒരുത്തൻ്റെ ജീവൻ വെച്ചാണ് നീ, ഒരു ലൈഫ് വെച്ചാണ് നീ കളിച്ചത് എന്നുവരെ ആദിലയോടും നോറയോടും പറയുന്നുണ്ട്. അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് നോറയും ആദിലയും. ഇവർ പോയതിനു ശേഷം ഹൗസിനകത്ത് അനുമോൾ ഒറ്റയ്ക്ക് അയ്യോ അവൻ പോയല്ലേ, ഞാൻ കാരണം അവൻ പോവേണ്ടി വന്നു എന്ന രീതിയിലെല്ലാം അനുമോൾ സംസാരിക്കുമ്പോൾ നീ കാരണമാണ് എന്ന് ഒരിക്കലും പറയരുത് എന്നാണ് നോറയും ആദിലയും പറയുന്നത്. അവർ പോയത് ഞാൻ കാരണമാണ്. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അവനെതിരെ ഞാൻ നിന്നിട്ടുള്ളത്. അവൻ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് മാത്രമാണ് എന്നെല്ലാം ആദില പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനെതിരെ വീട്ടിനകത്തുള്ളവർ എന്നെ കുറ്റപ്പെടുത്തും, എനിക്ക് സങ്കടമാകും എന്ന രീതിയിൽ കരഞ്ഞുകൊണ്ടെല്ലാം അനുമോൾ പറയുമ്പോൾ ഇതിനെതിരെ ആര് നിനക്കെതിരെ എന്തു പറഞ്ഞാലും എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും എന്നെല്ലാം ആദില പറയുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് ഈ കുത്തിത്തിരിപ്പിനും ഈ പ്രശ്നങ്ങൾക്കുമെല്ലാം തന്നെ മൂലകാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ അതിബുദ്ധിയോട് കൂടി തന്നെയാണ് അനുമോൾ ഗെയിം കളിക്കുന്നത്. മറ്റുള്ളവരെ എങ്ങനെ വീഴ്ത്താം എന്ന് അനുമോൾക്ക് വ്യക്തമായി അറിയാം. പക്ഷേ കാണുന്നവർക്ക് അതത്ര രസിക്കില്ലെന്ന് മാത്രം. എന്തായാലും ജിസേൽ അനുമോൾ വിഷയത്തിൽ രമ്യതയിലെത്താൻ മോഹൻലാൽ വരുന്നതുവരെ പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയം ബിഗ് ബോസ് നൽകിയിട്ടുമുണ്ട്.